മോളുടെ ബർത്ത്ഡേന്ന് ബാവയോട് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ അയാൾ എന്തിനാ വന്നത്? സുജയ്, നന്ദിയോട് പറയരുത്. ബാബാ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? മോളെ, മോൾ അറിയോ ഉപ്പുപ്പാനെ? മോളറിയോ? സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കയ്യിലൊരു കുഞ്ഞു വാള. എന്താ സുജാതയുടെ മുഖം വല്ലാതെ? ഞാൻ വന്നത് അധികപ്പറ്റായോ? അയ്യോ ഇല്ല ബാബ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബാബയെ അറിയിക്കായിരുന്നു. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്ക് അറിയില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും, വരണം. എന്റെ മക്കൾ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നു, നീ ബാബാന്ന് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. നീ വിളിക്കുന്ന കേട്ടാ മറ്റുള്ളവരങ്ങനെ വിളിച്ചു തുടങ്ങിയത്. എന്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാം എനിക്ക് മക്കളെ പോലാ. നീ എനിക്ക് മോളെ പോലെയാ. നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല. ശരി, സ്വർഗത്തിലേക്ക് കട്ടുറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല. വരട്ടെ. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ? ഓ, കഴിക്കാമല്ലോ. ഒരു കഷ്ണം കേക്കിങ് ഇതാ. ലേശം വലുതായിക്കോട്ടെ. നിന്റെ മോടെ പിറന്നാൾ കേക്ക് എന്റെ കെട്ടിയക്കും കൊടുക്കണം. അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്കിപ്പോ എന്താ ജോലി? 1-2 മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു. പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ. 3 വർഷമായില്ലേ ഞാൻ ബാബയെ വിട്ട് പോന്നിട്ട്. പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എൻ്റെ എല്ലാവരും കാണുന്നത്. ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും. കാസിം സേട്ടൻ്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ, തല്ലുകയും ചെയ്തു. പോലീസിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട്. നമ്മളൊക്കെ വന്നുപെട്ട വഴിയില് ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നീ സുജാതൻ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിലക്കിയത്. കഴിവതും പിടിച്ചു നിൽക്കുക. കുറെ കഴിയുമ്പോൾ ഒക്കെ നേരെയാകും. ഇതിരിക്കട്ടെ. ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും. സമയം കിട്ടുമ്പോൾ സുജാതയും മോളെയും കൂട്ടി ഉമ്മ വന്ന് കാണണം. അലിയാര് കൊലയാളിയും കൊണ്ടയാണ്. കെട്ടിയോളും മക്കളും പാവങ്ങളാ. ബാബ വരുമ്പോഴും കാശ് തരുമ്പോഴും എനിക്ക് പേടിയാ, വീണ്ടും അവരുടെ കൂടെ കൂടുമെന്ന്. അത് ശരി. അപ്പൊ നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. വിശ്വാസമാണ്, ഈശ്വരനേക്കാൾ വിശ്വാസമാണ്. ഞാനൊരു സത്യം പറയട്ടെ. 3 കൊല്ലമേ ഉള്ളൂ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, നിന്നെ കിട്ടിയത് മുതൽ. അതിനു മുമ്പ് വരെ ഒരുതരം മരണപ്പാച്ചിലായിരുന്നു. ഏത് നിമിഷവും ഒരു കഠാരയോ വെടിയുണ്ട് നെഞ്ചു തുളച്ച് കടന്നു വരും. ഇപ്പോ ആയുസ് ഒന്ന് നീട്ടിക്കിട്ടണമെന്നാ പ്രാർത്ഥന. എത്ര വേണം ആയുസ്? 1000 കൊല്ലം.